അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ നമ്മൾ കഥ കുറഞ്ഞ് അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു ചുണക്കുട്ടനായിട്ട് നമ്മുടെ റെഡ് കളറിൽ ഒരു ബുള്ളറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ക്ലാസിക് 350 ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ക്ലാസിക് 350 അങ്ങോട്ട് അതിന്റെ ഫുൾ വോക്ക് അറൗണ്ട് വീഡിയോ പറയുകയാണെങ്കിൽ ക്ലാസിക് 350യുടെ റീബോൺ ചെയ്ത മോഡലാണ് ഇത് ഈ കാണുന്നത്. അപ്പൊ മുമ്പുള്ള മോഡലിനെക്കാട്ടിലും ഒരുപാട് ഫ്യൂച്ചേഴ്സ് അവര് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ എടുത്തു പറയേണ്ടത് ബീം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് ഇതിന് വരുന്നത്. ഡിജി അനലോഗ് ക്ലസ്റ്റർ ആണ് ഇപ്പോഴത്തെ ക്ലാസിക്കിന് അവര് നൽകിയത്. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 7 ബാർ ഗ്രാഫ് ആയിട്ടുള്ള ഫ്യൂവൽ ഗേജ് കാണാൻ പറ്റുന്നുണ്ട്, ഡിജിറ്റൽ ആയിട്ടുള്ളത്. നമ്മൾ മറ്റേ പണ്ടത്തെ നോക്കുകയായിരുന്നെങ്കിൽ അതിനകത്ത് നമ്മുടെ അനലോഗ് ആയിട്ടായിരുന്നു എല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്ലാസിക്കിലോട്ട് വരികയാണെങ്കിൽ അതിന് ഡിജിറ്റൽ മീറ്റർ കൊടുത്തിട്ടുണ്ട്, 7 ബാർ ഗ്രാഫ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡിലോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് ഇപ്പോഴും അനലോഗ് ആയിട്ടാണ് എല്ലാ ഫ്യൂവൽ ഗേജും ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഡിസ്പ്ലേക്കകത്ത് നോക്കുകയാണെങ്കിൽ ഇക്കോ മോഡ് ഉണ്ട്, സർവീസ് ഡ്യൂ റിമൈൻഡർ ഉണ്ട്. പിന്നെ ക്ലസ്റ്ററിൽ അത്രയ്ക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ സ്വിച്ചസിന്റെ കാര്യമാണ്. സ്വിച്ചസ് അവര് ഒരു റെക്ട്രോ ഫീല് കിട്ടാൻ വേണ്ടി റെക്ട്രോ ടൈപ്പ് ക്യൂബിലാണ് സ്വിച്ചസ് ഒക്കെ വരുന്നത്. അതിന്റെ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് സെൽഫ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഹസാർഡ് ലാമ്പിന്റെ സ്വിച്ച് വരുന്നുണ്ട് അതിന്റെ താഴത്തായിട്ട്. പിന്നെ നോക്കുമ്പോൾ ഹസാർഡ് ലാമ്പിന്റെ സ്വിച്ച്, പിന്നെ അതിന്റെ താഴത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെ ഹാൻഡിലിൽ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ ഡിമ്മും ബ്രൈറ്റും പാസും എല്ലാം ഒരു സ്വിച്ച് തന്നെയാണ് വരുന്നത്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്വിച്ചിലാണ് വരുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റേ പണ്ടത്തെ മോഡലില്ലേ, നമ്മുടെ ക്ലാസിക് 350യുടെ തന്നെ പണ്ടത്തെ മോഡലിൻ്റെ പാസ് വന്നുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ അതിൻ്റെ ഐ ബട്ടൺ ആണ് വരുന്നത്. ഐ ബട്ടൺ എന്ന് പറയുമ്പോൾ ക്ലസ്റ്ററിൻ്റെ കൺട്രോൾ ബട്ടൺ ആണ്. പിന്നെ നമ്മുടെ ടാങ്കിലോട്ട് നോക്കുകയാണെങ്കിൽ ടിയർ ഡ്രോപ്പ് ഷേപ്പിലാണ് ടാങ്ക് പുതിയ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് അവര്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വീതിയുള്ള സീറ്റാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓടിക്കുന്ന പില്ലിയനും റൈഡറിനും ഒക്കെ നല്ല കംഫോർട്ട് കിട്ടണമെന്ന് ഉള്ള ഉദ്ദേശത്തിലാണ് അവർ അങ്ങനെ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 13 ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ടോട്ടൽ ടാങ്ക് കപ്പാസിറ്റി വരുന്ന 13 ലിറ്റർ ആണ്. നമ്മൾ ടാങ്കിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ടിയർ ഡ്രോപ്പ് ഷേപ്പായിരുന്നു ടാങ്കിന് വരുന്നതെന്ന്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു. പിന്നെ നമ്മൾ 13 ലിറ്ററിന്റെ ടാങ്ക് കപ്പാസിറ്റിയിൽ നമ്മൾ 13 ലിറ്റർ അടിച്ചിട്ടിട്ട് പിന്നെ അത് 4 ലിറ്റർ ആകുമ്പോൾ റിസർവ് കാണിക്കും, ലൈറ്റ് തെളിയുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ റോയൽ എൻഫീൽഡ് അവരുടെ റെക്ട്രോ ഫീലിന് വേണ്ടി വണ്ടി പഴയതുപോലെ തന്നെ ഉള്ള സ്പോക്ക് വീലില്ലേ, ടയറിന്റെ സ്പോക്ക് വീല് നിലനിർത്തുന്നുണ്ട് അങ്ങനെ തന്നെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ വിലയാണ് നമ്മൾ പറയുന്നത്, ഓൺ റോഡ് വിലയാണ് പറയുന്നത്. 2.24 തൊട്ട് 2.79 വരെയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് കോട്ടയത്ത് വരുന്നത്. അപ്പം പല നാട്ടിലും പല വിലയാണ് വരുന്നത്. അപ്പം എൻ്റെ നാട്ടിലെ വിലയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലെ വില വരുന്നത് 2.24 തൊട്ട് 2.79 വരെയാണ് വരുന്നത്. അപ്പം തിരുവനന്തപുരത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ എറണാകുളത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 2.25 തൊട്ട് തുടങ്ങുന്ന വണ്ടിയുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിനെ പറയുന്നത് ടയറിൻ്റെ സൈസാണ് പറയുന്നത്. ടയറിൻ്റെ സൈസ് മുമ്പത്തെ വണ്ടീനേക്കാളിലും കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഹാലജൻ ബൾബാണ് വരുന്നത്. LED ആയിട്ട് ഒരു ബൾബ് ഇതിനകത്ത് വരുന്നില്ല. പണ്ടത്തെ മോഡലിലും അങ്ങനെ തന്നെയായിരുന്നു, LED ആയിട്ടും ഒരു ഇതും വരുന്നില്ല. അവർ എക്സ്ട്രാ ആയിട്ട് ഈ കസ്റ്റമർ വണ്ടി എടുത്തിട്ട് എക്സ്ട്രാ ആയിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിത് എടുത്തേക്കുന്ന സ്റ്റാർട്ടിങ് വേരിയൻ്റ് ആയിരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് വേരിയൻറ്റിന് പറഞ്ഞില്ലെങ്കിൽ ഒന്ന് പറയാണ്, നമ്മളിത് എടുത്തേക്കുന്നത് സ്റ്റാർട്ടിങ് വേരിയൻ്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് വേരിയൻറ്റ്
അതിൻ്റെ അകത്ത് ഈ ഇങ്ങനത്തെ 12 കളർ വരുന്നുണ്ട്. 12 കളറിൻ്റെ അകത്ത് ഓരോ കളറിനും വേരിയേഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ട്, പ്രൈസിന് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ടോപ്പ് വേരിയൻ്റ് ഉണ്ട് ഇതിൻ്റെ ടോപ്പ്. പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ മറ്റേ ടോപ്പ് മോഡലിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് കളറിന്റെ ഡിഫറൻസ് ആണ്. കളർ വരുന്നത് ക്രോം ആൻഡ് റെഡ് കളറാണ് ടോപ്പ് വേരിയന്റ് വരുന്നത്. ടോപ്പ് വേരിയന്റ് പിന്നെ 2 കളർ മാത്രമേ വരുന്നുള്ളെന്ന് തന്നെ എൻ്റെ ഊഹം വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞത് സ്റ്റാർട്ടിങ് വേരിയന്റിന് 12 കളറും ടോപ്പ് വേരിയന്റിന് 2 കളറും എന്നാണ് പറഞ്ഞത്. ടോപ്പ് വേരിയന്റിന്റെ 2 കളർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കളർ റെഡ് ആൻഡ് ക്രോം സിൽവറും കൂടെ ചേർന്ന കളറാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ പില്ലിന്റെ ഷീറ്റ് വേണമെങ്കിൽ വെച്ചാൽ മതി. പില്ലിന്റെ ഷീറ്റ് ഇവര് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി അവർ ആക്സസറി ആയിട്ട് വേണമെങ്കിൽ ആക്സസറീസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ നമ്മൾ സ്പോക്ക് വീല് ഒരു റെക്ടറോ ഫീല് കിട്ടാൻ വേണ്ടിയാണ് സ്പോക്ക് വീല് വിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ സ്പോക്ക് വീല് നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പോട്ടി ഫീല് കിട്ടണമെങ്കിൽ നമുക്ക് അലോയ് വീല് അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അലോയ് വീലിന്റെ കോസ്റ്റ് എത്ര നമുക്ക് അറിയത്തില്ല. പിന്നെ അവർ ജാക്കറ്റും ഹെൽമറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യും, ഗ്ലൗസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലേഡീസിന് വേണ്ടി അവർ സാരി ഗാർഡൊക്കെ നമ്മുടെ മറ്റേ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ഷെയ്ഡിൽ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, എല്ലായിടത്തും അവർ റോയൽ എൻഫീൽഡിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഗ്രില്ലിൽ വരെ കൊടുത്തിട്ടുണ്ട്, മറ്റേ ഫ്രണ്ടിലത്തെ ക്രാഷ് കാർഡിൽ വരെ കൊടുത്തിട്ടുണ്ട്. അവർ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പണ്ടത്തെ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക്കിലൊന്നും അങ്ങനത്തെ ബാഡ്ജിങ് ഇല്ലായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ അവര് കോസ്റ്റ്ലി ആയിട്ട് എല്ലാം ഫ്യൂച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ റെക്ട്രോ ഫീൽഡ് നിലനിർത്തി പിന്നെ കുറച്ചുകൂടി ഫ്യൂച്ചേഴ്സ് കൂട്ടിയാണ് അവര് പുതിയ ക്ലാസിക്കിനെ നിരത്തിലെത്തിച്ചത്. അപ്പോൾ അതിനൊരു ബിഗ് താങ്ക്സ് നമ്മൾ റോയൽ എൻഫീൽഡുകാർക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ പറയേണ്ടത്, ഇതിന് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്, ഡ്യുവൽ ചാനൽ അല്ല. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ പറയാൻ വിട്ടുപോയത് നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യമാണ്. ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ ഹൈറ്റ് അവർ കൂട്ടിയിട്ടുണ്ട് ഹാൻഡിൽ ബാറിന്. പിന്നെ ഹാൻഡിൽ ബാറിൽ തന്നെയാണ് മറ്റേ താക്കോലിടുന്നിടത്ത് തന്നെയാണ് നമ്മുടെ ഹാൻഡിൽ ലോക്കും വരുന്നത്. സാധാരണ മറ്റേ പഴയ വേരിയന്റിന് വരുമ്പം ഹാൻഡിൽ ബാറില്ലായിരുന്നു, മറ്റേ ടയറിന്റെ ഷോക്ക് അബ്സറിന്റെ ഒക്കെ ഇടയ്ക്കായിട്ടായിരുന്നു നമ്മുടെ ഹാൻഡിൽ തിരിച്ചെടുത്തിട്ട് അവിടെ ആയിരുന്നു താക്കോൽ കയറ്റുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് വണ്ടിയുടെ പോലെ ആയിരുന്നു. ഇപ്പോൾ ക്ലാസിക്കിന് അവർ മാറ്റിയിട്ടുണ്ട് അത്. എന്തുകൊണ്ടും അപ്പം ക്ലാസിക്കിന് അവരിപ്പോൾ പുതിയൊരു ലുക്കായിട്ടാണ് അവർ കയറ്റിയേക്കുന്നത്, കുറച്ചുകൂടെ സ്പോർട്ടി ലുക്കായിട്ടാണ് കയറ്റിയേക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, നമ്മൾ വണ്ടി ഇപ്പം റിവ്യൂ ചെയ്യുന്ന വണ്ടി റെഡും ബ്ലാക്ക് കൂടെ ചേർന്നതാണ്. നമ്മൾ റെഡും ബ്ലാക്ക് കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ സ്പോർട്ടി ലുക്ക് ഇവിടെ കൂട്ടാൻ സാധിക്കും. അപ്പോൾ 2.5 ലക്ഷം രൂപ കൊടുത്ത് എടുക്കുകയാണെങ്കിൽ നമ്മളത് ലാഭമെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്യൂച്ചേഴ്സ് അവർ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് റോയൽ എൻഫീൽഡുകാർക്കൊരു ബിഗ് താങ്ക്സ് നമ്മളങ്ങ് പറയുകയാണ്. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു, മറന്നുപോയതാണ്. നമ്മുടെ ചാവി, വണ്ടിയുടെ ചാവി നേരത്തെ നമ്മൾ വെച്ച് നോക്കുമ്പം വണ്ടിയുടെ ചാവിയുടെ മറ്റേ ലോഗോ ഇല്ലേ, റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ, എല്ലാവരുടെ കയ്യിലുള്ള ലോഗോ, ചിലരുടെ കയ്യിലെ ലോഗോ നമ്മുടെ പറഞ്ഞു പോയായിരുന്നു, ആ ലോഗോ റബ്ബറിൻ്റെ ലോഗോ. അപ്പോൾ ഇപ്പോഴത്തെ അവർ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടും കുറച്ചുകൂടെ ഭംഗി വരുത്താൻ വേണ്ടിയുള്ള രീതിയിൽ അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ചാവിയുടെ ഇതും പിന്നെ ചാവിയുടെ ഹോൾഡറും ഒക്കെ. പിന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ താക്കോൽ ഓൺ ആക്കുന്നതിൻ്റെയും പിന്നെ ഓഫ് ചെയ്തതിൻ്റെയും പിന്നെ പുഷ് ചെയ്തിട്ട് അൺലോക്ക് ചെയ്തതിൻ്റെയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെയാണ് നമുക്ക് ഇപ്പം കാണാൻ സാധിക്കുമല്ലോ. പിന്നെ നമ്മൾ ഒന്ന് ക്ലിയറായിട്ട് കാണിച്ചു തരാം, നമ്മുടെ 7 ബാർ സ്ക്യൂബ് ടൈപ്പ് ഫ്യൂവൽ ഗേജ് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ 2022 മോഡല് റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 350യുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ഓരോ വ്യത്യസ്തമായ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും നിങ്ങൾ സേഫായിട്ടിരിക്കണം. ബൈ.